ഓണമൊക്കെ ഇങ്ങ് എത്താറായി. അപ്പോൾ ഓണം പ്രമാണിച്ചിട്ട് നമ്മൾ നല്ല കളർഫുൾ ആയിട്ടുള്ള പച്ചടിയാണ് ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും എളുപ്പത്തിലും പച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് 2 മീഡിയം സൈസിലുള്ളത് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കൊരു ഗ്രേറ്റർ വെച്ചിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. മാക്സിമം നിങ്ങൾ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണേ. അപ്പോൾ നമ്മളിതാ ഇതേപോലെ ഗ്രേറ്ററിൽ വെച്ചിട്ട് കട്ട് ചെയ്താൽ കുറച്ചുകൂടി നല്ലതാണ്. ഞാനിതാ 2 ബീട്രൂട്ടും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനി നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാം. ചട്ടിയിൽ ഉണ്ടാക്കിയാലാണ് പച്ചടിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതേപോലെ ചട്ടിയിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി എടുക്കുമ്പോൾ ചെറിയൊരു കഷ്ണം മാത്രം എടുത്താൽ മതി. കൂടുതലായി പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഇനി നമുക്കിതിൽ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1 കപ്പ് വെള്ളവും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. ഇനി ഇതിൻ്റെ വെള്ളയിലൊന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കണം. എന്നിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണേ, എന്നാലേ എല്ലാ സ്ഥലത്തും ഒരേപോലെയുള്ള വേവ് ആവുള്ളൂ. അപ്പോൾ ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു അരപ്പ് റെഡിയാക്കാം. ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇനി 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകാണ് കേട്ടോ നമ്മുടെ പച്ചടിക്ക് നല്ലൊരു ടേസ്റ്റ് കൊണ്ടുവരാം. പിന്നെ കടുക് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരം അടിച്ചെടുക്കരുത്, ഒന്ന് കറക്കിയെടുത്താൽ മതി. കടുക് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു വന്നാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടെല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കിയ അരപ്പുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പ് മൊത്തം നമ്മൾ ഇതിലേക്ക് ഇട്ടതിന് ശേഷം വേണമെങ്കിൽ മിക്സിൻ്റെ ജാറിൽ കുറച്ച് മാത്രം വെള്ളമാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടുതലാക്കരുത്, കൂടുതലായി കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് ലൂസായിപ്പോൾ. ഞാനിപ്പോൾ അതിൻ്റെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ഇതിപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ തൈരും കൂടി ഒഴിച്ചാൽ കുറച്ചും കൂടി നമുക്ക് ലൂസായിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്കിനി തൈര് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തൈരാണ് എടുത്തത്. അത് നമ്മൾ ആദ്യം ഒന്ന് മിക്സ് ആക്കണം. സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കട്ടകളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഉടച്ചെടുക്കണം. എന്നിട്ട് വേണം ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. ഇതിപ്പോൾ നല്ല പുളിയുള്ള തൈരായതുകൊണ്ട് 1 കപ്പ് മാത്രം മതിയാവും. ഇനിയിപ്പോൾ പുളി കുറവാണെങ്കിൽ നിങ്ങൾ ഒരു 1/4 കപ്പെല്ലാം ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് നിങ്ങൾ പുളി കുറവുണ്ടോ കൂടുതലുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പും കൂടി നോക്കാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് വറുത്തിടാം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ കാച്ചിയാലാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലോണം പൊട്ടി വരണം. അപ്പോൾ ഇതാ കടുകെല്ലാം നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി 2-3 തണ്ട് കറിവേപ്പിലയും ഒരു 2 വറ്റൽമുളകും ഇതുപോലെ പൊട്ടിച്ചിട്ടിട്ട് ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ. നല്ല വെറൈറ്റിയാണ്, കാണാനും നല്ല കളർഫുള്ളാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കരുതേ.